നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂർ മണ്ഡലത്തിലാണ്. 1996 വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് പരാജയപ്പെടുകയും 2001 വീണ്ടും ജയിച്ചു കയറുകയും ചെയ്തു. പിന്നെ 5 തവണ അദ്ദേഹം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2026 വീണ്ടും വി.ഡി. സതീശൻ MLA സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമോ എന്ന സർവേയാണ് ജനങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി പറവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. പുള്ളിയെ ജയിക്കുള്ളൂ ഇവിടെ. അതെന്തോ പുള്ളിയെ ജയിക്കുള്ളൂ പറയണേ? അത് പുള്ളിയുടെ പ്രവർത്തനം നല്ലതുകൊണ്ട്. ആണോ? നല്ല പ്രവർത്തനമാണോ? നല്ല പ്രവർത്തനം. എന്തുകൊണ്ട് നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? ഇവിടുത്തെ ഒരു നാട്ടുകാരോടുള്ള സപ്പോർട്ട് പുള്ളിയുടെ ആണോ? അതാണ്. ജയിക്കും. അല്ല, ഓർമ്മയിലൊരു മുഖം ഓടിയെത്താനൊരിടം, അതാണ് വി.ഡി. സതീശൻ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അത് നമുക്കൊരു സഹായം എപ്പോഴും എന്ത് അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നടത്തി കിട്ടും. ഉറപ്പാണോ? മത്സരിക്കണം. അതെന്തുകൊണ്ടാ മത്സരിക്കണം? ഇപ്പൊ ഇവിടെ ചെയ്തിട്ടാണ് സകല കാര്യങ്ങൾ ഇനിയും ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അത് പുള്ളി ഇനിയും പോയി ജയിക്കണം. LDF തന്നെ, പിന്നെ ഭരണം കിട്ടിയ LDF തന്നെ ഇടണം. എന്നാലും ഇവിടെ നിശ്ചിത കല്ലൂരിക്കോളൂ. കൂട്ടത്തിൽ വി.ഡി. സതീശൻ വേണം. അത്രേ ഉള്ളൂ. എന്ത് തോൽക്കണമെന്നാ പറയുന്നത്? അങ്ങനെ ജയിക്കണം. എന്നാലും ഇവിടെ പഠിക്കാൻ ജനങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കണമെങ്കിൽ അങ്ങനെ വീണ്ടും വരണം ഭരണത്തില്. MLA അല്ല, ഭരണം കിട്ടിയ മുഖ്യമന്ത്രിയാവും. എന്തുകൊണ്ടാ മുഖ്യമന്ത്രി ആവുന്നത്? അയാൾ അത്ര നല്ല വ്യക്തിയായോണ്ട്. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും സഹായിക്കുന്നുണ്ട്. ആണോ? നിങ്ങൾക്ക് എങ്ങനെ സഹായം? ഞങ്ങൾക്ക് സഹായം ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും എന്റെ അറിവിൽ പലരെയും സഹായിക്കുന്നുണ്ട്, പല വിധത്തിലായിട്ട്. വി.ഡി. സതീശൻ മന്നാൻ വന്നു. വീണ്ടും വന്നോ? എന്തിനാ? അത് നമ്മൾ ഇഷ്ടപ്പെടണ എന്താ വെച്ചാൽ ഇവിടെ പുള്ളിയാണ് അത് വികസനത്തിന് പറ്റിയ ആള്. ആണോ? വികസനം ചെയ്യോ? ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങൾ എന്തുകൊണ്ടാ വികസനം ചെയ്യുന്നു പറയുന്നത്? അങ്ങനെ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ വിശ്വാസം. വി.ഡി. സതീശൻ ആവണമെന്ന് താല്പര്യമില്ല. എന്തുകൊണ്ടാ? അത് ഞാനൊരു BJP കാരനാണ്. അതുകൊണ്ട് പുള്ളി മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അതെങ്ങനെ പറയാൻ കഴിയും? അതങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ്. അല്ല, അതെങ്ങനെ പറയാൻ കഴിയുന്ന ഞാൻ ചോദിക്കുന്നത്. അയാൾ പറയുന്ന വർത്താനം മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അതെങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ പറയാന്ന് ചോദിക്കാം. ഞാൻ ചോദിക്കാം കേട്ടോ. ഞാനൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള കണ്ടീഷനിൽ ചോദിക്കാം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കുറച്ച് നിർത്തണം കേട്ടോ. കാര്യം അത് തെറ്റായ കാര്യങ്ങൾ പറയരുത്. പിന്നെ എന്തുകൊണ്ടാ പിന്നെ പറയണേ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? അയാളെ പെരുമാറ്റം കൊണ്ട്. ആണോ? അയൽവാസിയാണോ? അയൽവാസിയാണ്. ആണോ? ആളെങ്ങനെ? ആള് കുഴപ്പമില്ല. അപ്പൊ ഇത് കഷ്ണിയായിട്ട് പൊക്കോണ്ടൊക്കെയാണ്. എന്റെ പിന്നെ അവിടുന്ന് കുറച്ചെടുത്താ വീട്ടിൽ കേക്കാം. ആണോ? ആള് ചൂടനാണോ? ചൂടൊന്നും എനിക്ക് എന്നെ കണ്ടാ ചിരിക്കും. ജയിക്കുവോ? ജയിക്കാനുള്ള സാധ്യത. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? അത് ജയിക്കും. എന്തുകൊണ്ടാ പറയുന്നത്? ഇപ്പൊ കുറെ വർഷകാലങ്ങളായിട്ട് പുള്ളി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ജയിക്കുന്ന എന്തുകൊണ്ടാ പറയുന്നത്? പിന്നെ പുള്ളിയുടെ ഭരണം നല്ലതാണ്. ആണോ? വരണം. എന്തുകൊണ്ടാ വരണം എന്ന് പറയണേ? ഭരണം പുള്ളിക്കാരന്റെ നല്ല പ്രവർത്തന. ആണോ? നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യനാണ്. ആണോ? നിങ്ങൾ നേരിട്ട് പരിചയമുണ്ടാ? പരിചയമുണ്ടാ? എങ്ങനെ ആള്? ആള് കുഴപ്പക്കാരനല്ല. ആണോ? കുഴപ്പക്കാരനാണോ? അല്ല. MLA മുഖ്യമന്ത്രി ആവണം. മുഖ്യമന്ത്രി ആവണോ? എന്തുകൊണ്ടാ മുഖ്യമന്ത്രി ആവണം? നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കും. പുള്ളി ചങ്കുറപ്പോടെ എന്ത് കാര്യം വെട്ടി തുറന്നു പറയും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും. എന്തുകൊണ്ടാ ഇങ്ങനെ കോൺഫിഡന്റിൽ ജയിക്കും എന്ന് പറയുന്നത്? നല്ലൊരു വ്യക്തിയായിരുന്നു. നല്ല വ്യക്തിയാണോ? പറവൂര് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പുള്ളി തന്നെ ജയിക്കുള്ളൂ. അതെന്തുകൊണ്ടാ ഇവിടെ നിൽക്കുകയാണ് പുള്ളിയാണ് ജയിക്കും പറയുന്നത്? പുള്ളിയുടെ മണ്ഡലമാണല്ലോ. ആണ്. പക്ഷേ ഞാൻ പറയുന്ന 5 തവണ ഇവിടെ ഒരേ സമയം നിന്നിട്ട് വീണ്ടും ജയിക്കും എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അദ്ദേഹം എങ്ങനെയാ പ്രവർത്തനം? പുള്ളി ചെയ്യണമെന്ന് പുള്ളി അങ്ങനെ പാർട്ടി നോക്കിയിട്ട് ചെയ്യാറ്. സാധാരണക്കാർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യണം. സാധാരണക്കാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുള്ളിയല്ല ഇപ്പോഴും പാർട്ടി നോക്കാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ട് ജനങ്ങൾക്ക്. വീണ്ടും വേണം. നല്ലൊരു മന്ത്രിയാണ് പുള്ളി. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ഞങ്ങൾ എന്റെ കാഴ്ചപ്പാടിൽ വരണമെന്നാണ് ഞാൻ. വരണം. എന്തുകൊണ്ടാ വരണം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. ആണോ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു നിലപാടാണ്. ആണ്. വീണ്ടും വരണമെന്നാ? വീണ്ടും വരട്ടെ. എന്തുകൊണ്ടാ വീണ്ടും വരണം എന്ന് പറയുന്നത്? വികസനം ഉണ്ടാവട്ടെ. എങ്ങനെയുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണോ? എന്തുകൊണ്ടാ നല്ല അഭിപ്രായം പറയണേ? നല്ല കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. ആണോ? കുറെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ പറവൂര്. ആണോ? എന്തുകൊണ്ടാ നിങ്ങൾ ജയിക്കും എന്ന് പറയുന്നത്? കാലങ്ങളായിട്ട് പറവൂര് ജയിപ്പിച്ചു വിടണ വ്യക്തി എന്ന നിലയിലും കാലങ്ങളായിട്ട് പറവൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലും പറവൂർക്കാർ ഇനിയും സപ്പോർട്ട് ചെയ്യും. വീണ്ടും ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. എന്തുകൊണ്ടാ? ജനങ്ങളായിട്ട് അത്ര സപ്പോർട്ട് ഉണ്ട്. ജനങ്ങളായിട്ട് അത്ര അടുത്തൊരു ഇടപഴകണ മനുഷ്യനാണ്. ആണോ? പറവൂരത്തെ ജനങ്ങൾക്കും അതെ, എല്ലാവർക്കും അതെ. ഇപ്പൊ ഓൾ കേരള എല്ലാവർക്കും അറിയാലോ വി.ഡി. സതീശനെ പറ്റി. ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. പുള്ളിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത്
ഏത് വ്യക്തിയായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പാർട്ടി നോക്കാതെ ആ കാര്യം പുള്ളിനെ കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇല്ല എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിന്റെയും ഇപ്പോഴത്തെ ഈ അഴിമതിയുടെയും അമ്പലക്കൊള്ള കാര്യമൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഈ VD സതീശൻ അല്ലല്ലോ, അത് ഇടതുപക്ഷമല്ലേ? ഇടതുപക്ഷമല്ല, കോൺഗ്രസ് ആണല്ലോ എന്റെ പിൻവലിയുള്ളത്. അല്ല, കോൺഗ്രസ് ആണ് പിന്നിലുള്ളത്. അതെ. അതുകൊണ്ട് വരണ്ടെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും. ഇനി വീണ്ടും വരണമെന്നാ? വീണ്ടും വരികയാണെന്ന് മാത്രമല്ല, ആര് മത്സരിച്ചാലും പുള്ളി തന്നെ വരുള്ളൂ. അതുകൊണ്ട് ആര് മത്സരിച്ചാലും പുള്ളി വരുന്നു. ഞങ്ങളുടെയൊക്കെ വാർഡില് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന നല്ല ടാപ്പില് വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വടക്കേക്കരയിൽ 14-ാം വാർഡിൽ വെള്ളം ഞങ്ങൾക്ക് അടുക്കളയിൽ പൈപ്പ് വെള്ളം വന്നത് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നാടിന് വേണ്ടി വലിച്ചു തന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് 6 വർഷമായി ഞാൻ വീട് വെച്ചിട്ട്. ഈ ടാക്സ് അടച്ചിട്ട് പോലും ഒരു തുള്ളി വെള്ളം നമ്മുടെ പെരക്കകത്ത് വരില്ലായിരുന്നു. പക്ഷേ ഈ പൈപ്പ് ലൈൻ ശരിയാക്കിയതിന് ശേഷം ഇതേ വരുള്ളൂ. എന്തെല്ലാം ആണെങ്കിലും ആര് മത്സരിച്ചാലും പുള്ളി തന്നെ ജയിക്കുള്ളൂ. അതുകൊണ്ടാണ് പുള്ളിനെ ജയിക്കുമെന്ന് പറയുന്നത്. പൈപ്പ് വെള്ളം കിട്ടിയോണ്ടാണോ? പൈപ്പ് വെള്ളം കിട്ടിയോണ്ട് മാത്രമല്ല, പുള്ളി ചെയ്യുന്ന മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സത്യസന്ധമായ പ്രവർത്തനങ്ങൾ, പുള്ളി തന്നെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇവിടെ വന്ന് മത്സരിച്ചാലും പുള്ളി ജയിക്കുള്ളൂ. ഉറപ്പാണോ? എൻ്റെ അഭിപ്രായം, ഒരു സംശയമില്ല, ഞാൻ പുള്ളിക്ക് വോട്ട് ചെയ്യുള്ളൂ. ആണോ? എന്തുകൊണ്ടാ? അയാളുടെ പ്രവൃത്തി അതുകൊണ്ടാണ്. പ്രവൃത്തി എന്താണ്? വളരെ പ്രയോജനപ്പെട്ട ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട രീതിയിലാണ് പുള്ളി ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരിക്കലും വരാൻ പാടില്ല. എന്തുകൊണ്ടാ ഒരിക്കലും വരാൻ പാടില്ല? പുള്ളി ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തല്ല. ആരാ ചെയ്തത് ഈ നാടിന് വേണ്ടി? LDF വരും, എല്ലാം ശരിയാവും. ശരിയായല്ലോ ആണോ? അപ്പൊ ജയിക്കരുതെന്നാ പറയണേ. ജയിക്കരുതെന്ന് LDF തന്നെ ഇനിയും വരണം. BJP ചിന്താഗതി അല്ലെ? അതുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ ആഗ്രഹിക്കാത്ത? ഞങ്ങൾ ഈ നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, പുള്ളിനെ കൊണ്ട്. അതുകൊണ്ട് ആഗ്രഹമില്ല എന്ന് പറയാം. ഇല്ല. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? പുള്ളി വൈബുള്ള മനുഷ്യനാണ്. വൈബാ? എന്ത് വൈബുള്ളേ? വൈബാണ്, എല്ലാത്തിനും വൈബാണ്. ആണോ? സെറ്റാണ്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതിനും. സെറ്റാണ്. ആണോ? അപ്പൊ ജയിക്കുവോ? പിന്നെ ജയിക്കും. നല്ലൊരു മനുഷ്യനാണ് VD സതീശൻ. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ലൊരു പെരുമാറ്റം, നമുക്കൊക്കെ നമ്മളോട് നല്ലൊരു ഇതിലാണ് കാണുന്നവരൊക്കെ. ആണോ? സെറ്റാണ് ആള്. സെറ്റാണ്. രണ്ടാളും ഫ്രണ്ട്സ് ആണ്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അദ്ദേഹം വീണ്ടും ജയിക്കണോന്ന് എന്റെ ചോദ്യം. ഇല്ല, ജയിക്കണ്ട. എന്തുകൊണ്ടാ ജയിക്കണ്ട പറയുന്നത്? അല്ല, ഞാനൊരു RS-കാരനാണ്. എന്റെ പേരിൽ ഞാൻ എന്തൊക്കെയായാലും എനിക്ക് എന്റെ വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ആ പ്രസ്ഥാനത്തോടെ എനിക്ക് ഉണ്ടാവുള്ളൂ. ഞാനത് മനസ്സിൽ വെച്ചിട്ട് വേറെ പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾ RS-കാരനാണ്, അതുകൊണ്ട് VD സതീശൻ ജയിക്കണ്ടെന്ന് പറയും? ഇല്ല, അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. കാരണം എനിക്ക് പ്രസ്ഥാനത്തിന് വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പബ്ലിക്കായിട്ട് പറയണ്ട. അവനെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുള്ളി നല്ലൊരു മനുഷ്യനാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്നെ വീടിന്റെ പേര് സ്ഥലം ഉണ്ടായിരുന്നില്ല. അതാണ് അതിന് ശേഷം പുള്ളി അതിനുവേണ്ടി ശ്രമിക്കും. നല്ല രീതിയിൽ പ്രവർത്തിച്ച് എനിക്ക് സ്ഥലമായിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ കരയുന്നേ? ഇല്ല, കരയാനൊന്നുമില്ല. പുള്ളി നല്ല രീതിയിൽ പുള്ളി നമ്മളെ സഹായിക്കും എന്നുള്ളൊരു ഉറപ്പ്. എന്തിനാണ് സങ്കടം വരുന്നത്? സങ്കടം ഇല്ല, സങ്കടപ്പെട്ട് കാര്യം റെഡിയാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഉറപ്പില്ലേ? അല്ല, എനിക്ക് ആഗ്രഹമില്ല. ഞാനതറിയാം. ഏതൊരു രാഷ്ട്രീയമാണ്, അത് പുള്ളിയുടെ രാഷ്ട്രീയമല്ല, ഏതൊരു രാഷ്ട്രീയമാണ് എൻ്റെ. പക്ഷെ പുള്ളിക്ക് ഇവിടെ പുള്ളിയുടെ തട്ടകോണം, പുള്ളിക്ക് ജയിക്കാൻ 100% സാധ്യതയുണ്ട്. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് പറയാം. പക്ഷെ അപ്പോഴും VD ജയിക്കുന്നു എന്തുകൊണ്ട് പറയുന്നത്? നമ്മൾ യാഥാർത്ഥ്യം പറയണ്ടേ? യാഥാർത്ഥ്യം പറയണ്ടേ? വേണോ? യാഥാർത്ഥ്യം പറയണം. അപ്പോ വീണ്ടും ജയിക്കുന്ന പറയുന്നത്? ജയിക്കും 100%. VD സതീശൻ വീണ്ടും ഞങ്ങളുടെ MLA ആയിട്ട് വന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളൂ. എന്തുകൊണ്ടാ സന്തോഷം എന്ന് പറയുന്നത്? പുള്ളി ആയിട്ട് ഞങ്ങള് അത്രയും നല്ലൊരു ആത്മബന്ധമുണ്ട്. ആത്മബന്ധമുണ്ടോ? ഇവിടെ മൂത്തുന്നതായിട്ട് നല്ല ബന്ധമുണ്ട്, അഭിമാനമുണ്ട്. എന്തിന്? ഈ ഇടതുപക്ഷക്കാരനായത്. VD സതീശൻ വീണ്ടും MLA ആകരുത്. ആവരുത്. ആകാൻ പാടില്ല. കാരണം നുണയല്ല, അതൊന്നും പറയില്ല, നടക്കൂല. പിന്നെ നടന്നു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആഗ്രഹമുണ്ട്. ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ്, പക്ഷെ വോട്ട് VD സതീശനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഇടതുപക്ഷത്തിൽ നല്ലൊരു കാൻഡിഡേറ്റ് വരാറില്ല. പിന്നെ VD സതീശൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൂത്തോണത്തിന് ഇത്തിരി അവഗണിച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. ആവണം. എന്തുകൊണ്ടാവണം എന്ന് പറയുന്നത്? ആവണമെന്ന് പറഞ്ഞാൽ പുള്ളി ഈ വാർഡിന്റെ വികസനത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ആണോ? വീണ്ടും ആവണമെന്നാണോ? വീണ്ടും ആവണം ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? നല്ലൊരു പൊതുപ്രവർത്തനാണ്. ആണോ? എനിക്കറിയില്ല, നിങ്ങളാണ് പറയണ്ടേ. നല്ല പൊതുപ്രവർത്തനാണോ? ആണ്. അദ്ദേഹം വീണ്ടും ആവണമെന്നല്ലോ. വീണ്ടും ആവണം. എന്തുകൊണ്ടാ വീണ്ടും ആവണം എന്ന് പറയുന്നത്?
അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിയമസഭയിലേക്കുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ഇതിക്ക് മുമ്പും കൂടുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈകാര്യം ചെയ്യൽ രാഷ്ട്രീയമായിട്ടും പൊതുരംഗത്ത് വ്യക്തിപരമായിട്ടും ജനങ്ങളുടെ മുന്നിൽ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ സതീശൻ. സതീശന് ഇഷ്ടമാണ്. ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് വി ഡി സതീശന് ഇഷ്ടമെന്ന് പറയുന്നത്? ഇഷ്ടം പറയാൻ കാര്യം ഞങ്ങൾ അതിൽപ്പെട്ട ആളിലൊക്കെയാണ്. സതീശൻ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നയത്തിന് നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ്. കുഴപ്പമില്ല, ആവണം. ആവണം. എന്തുകൊണ്ട് ആവണം എന്ന് പറയുന്നത്? പുള്ളി ഉള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. പിന്നെ പുള്ളി എല്ലാം പഠിച്ചതിന് ശേഷം എല്ലാം പറയുള്ളൂ. അതുകൊണ്ട് ആവണം എന്നാ പറയുന്നത്. ആ ഒരു മാറ്റത്തിന് വേണ്ടി പുള്ളി ആവണം എന്നാണ് ആഗ്രഹം. മരണാവശ്യങ്ങൾക്കായാലും എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ മുൻപന്തിയിലെത്തുന്ന ഒരു MLA ആണ്. തിരക്കുകൾ പലതുണ്ടെങ്കിലും ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും ചെറിയ കൊച്ചു കൊച്ചു ഉദ്ഘാടനങ്ങൾക്ക് വരെ ഒരു മടിയും കൂടാതെ വന്ന് എല്ലാം നിർവഹിച്ചു പോകുന്ന ഒരാളാണ്. മത്സരിക്കട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കർഷകരുടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണ് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്? കക്ഷി കുഴപ്പമില്ല. പക്ഷി കുഴപ്പമില്ല. നിൽക്കണം. എന്തുകൊണ്ടാണ് നിൽക്കണം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനമാണ്. നല്ല പ്രവർത്തനമാണോ? എന്തുകൊണ്ടാണ് നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഓക്കെയാണ് ആള്? ആണോ? അതെ, ആവണം. എന്തുകൊണ്ടാണ് ആവണം എന്ന് പറയുന്നത്? അതങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങള്. ആണോ? ഞാനൊരു പ്രവാസിയാണ്. ഞാനിപ്പോ അവിടെ നിന്ന് കാണുന്ന റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടുത്തെ നോർമൽ ലൈഫ് റിയാലിറ്റി എന്താന്ന് ഞാൻ കാണുന്നില്ല. റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് കാണുന്നത്. അപ്പൊ അതിനകത്തൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സതീശനാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. വരണം. എന്തുകൊണ്ടാ? പുള്ളിയുടെ കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? അല്ല, പൊതുവെ പുള്ളിനെ നല്ല അഭിപ്രായമാണ്. ആണല്ലേ? 5 വർഷം 5 തവണയാണ് വന്നതല്ലേ? ഇനി വീണ്ടും വരണം എന്ന് പറയുന്നത്. പുള്ളി അത്രയും നല്ല വികസനമാണോ? വികസനമാണ്. ആണോ? MLA ഉണ്ടാ, മന്ത്രിയായാ മതി, മുഖ്യമന്ത്രി. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു മാറ്റം വേണ്ടേ? ആണോ? മുഖ്യമന്ത്രി ആവണമെന്നാ പറയണേ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ തോന്നി, അങ്ങനെ പറഞ്ഞു. വരണം, തീർച്ചയായും വരണം കേരളത്തിലോട്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതേപോലെ കാര്യപ്രാപ്തിയും ഒരു കൃത്യമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ വരണം. വരണം. വീണ്ടും വരണം എന്നാ പറയാ? വീണ്ടും വരണം. അതാവണേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ആർക്കാ ഇരിക്കാണോ കുഴപ്പം? പിന്നെ അല്ല, കുഴപ്പമുള്ളവരുണ്ടെങ്കിലോ? എനിക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ലാത്തെ? ആരും ഒന്നിനും ഇല്ലെങ്കിലും നമുക്കൊന്നിനും ഇല്ലല്ലേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, സതീശൻ കുഴപ്പമൊന്നുമില്ല. സതീശൻ തന്നെ എന്തുകൊണ്ടാ സതീശൻ തന്നെ വരണം എന്ന് പറയണേ? എപ്പോഴും ഒരു മാറ്റം അനിവാര്യമാണ്. പക്ഷേ സതീശന്റെ കാര്യത്തിൽ ഇല്ല മാറ്റം. ഇല്ല, സതീശൻ തന്നെ ജയിക്കുള്ളൂടാ. ഞാനൊരു BJP കാരത്തിയാണ്. അതിന്റെ പേരിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നിലപാടില് അത്ര ഇത് പോരാ. എന്ത് നിലപാടാ വേണ്ടത് ശരിക്കും? എന്ന് വെച്ചാല് നമ്മുടേതായ കാര്യങ്ങള്. അല്ല, എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊന്നും അറിയത്തില്ല. എന്തുകൊണ്ടാ? ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ പറവൂർ മണ്ഡലമാണോ? അതെ അതെ അതെ. കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ കടവാണ് കുര്യാപ്പള്ളി കടവ്. ആ കടവിൽ ഒരു മുസ്ലിസിന്റെ ഒരു സംഭവം വന്നിട്ടില്ല അവിടെ. ആ പരിപാടിക്ക് ആ കടവിൽ ഒരു സാധനം ഒന്നും വരാൻ വന്നില്ല. ഓക്കെ. പിന്നെ അതിന്റെ ആവശ്യമില്ല, ആള് വരേണ്ട ആവശ്യമില്ല. വേറെ ആരെങ്കിലും വന്നാൽ പോരെ. ജയിക്കാൻ സാധ്യതയുള്ള വ്യക്തി തന്നെയാണ്. അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? കാരണം നല്ലൊരു വ്യക്തിത്വമാണ്. ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയമായിട്ടല്ല ഇതൊന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയമല്ല, നമ്മൾ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും നമുക്കറിയാം. നമുക്കൂടെ പണി പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാവരും നമുക്ക് പണി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു വലിയ താല്പര്യം പ്രത്യേകിച്ച് പറയാനില്ല. ഇല്ല. പുള്ളി കുഴപ്പമില്ല. പുള്ളി കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എല്ലായിടത്തൊക്കെ പെരുമാറ്റം ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാതാ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാ ഇല്ലാത്തെ? എനിക്ക് നേരെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിൽ വെച്ചിട്ട് പറവൂർക്കാരനാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതാ പറഞ്ഞത്, പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല എന്നല്ല, എനിക്ക് അഭിപ്രായമില്ല. അതിനകത്ത് അഭിപ്രായമില്ല. പറയാനുള്ള വികസനമൊന്നും ഇവിടെ വന്നിട്ടില്ല. ആള് ഇരിക്കുമ്പോ തൊട്ട് വന്നിട്ടില്ല. അപ്പോ ഇനി വരണമെന്നില്ല. BJP കൊടുത്താലോ? BJP കൊടുത്താൽ ഒന്ന് പരീക്ഷ നോക്കാവുന്നതാണ്. കിട്ടുവോ? കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും പരീക്ഷ നോക്കിയിട്ട് വേണ്ടേ അത് അതിന്റെ റിസൾട്ട് വരാൻ. എനിക്ക് അത്ര പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റില്ല? MLA ആയിട്ട് വന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണത്? അത് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. MLA ആയിട്ട് നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് നിൽക്കട്ടെ എന്ന് പറയുന്നത്? ആൾ ഓക്കെയാണോ? MLA താല്പര്യമുള്ളത്.
താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് MLA ആവാൻ താല്പര്യമുണ്ട്? ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് പോണ കാരണമാണ്. ആണോ? വീണ്ടും വരണം എന്നാണോ പറയുന്നത്? വീണ്ടും വരണം. ആവണം. അതുകൊണ്ടാണ് വീണ്ടും MLA ആവണം എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നാടിന്റെ വികസനത്തിന് വേണ്ടി പുള്ളി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണ്. വീണ്ടും മത്സരിക്കണ്ടേ? ഇനി മുഖ്യമന്ത്രി ആകാൻ പോണടുത്ത് ഇനി പറവൂര് മത്സരിക്കാൻ വല്ലയിടത്ത് പോയി അങ്ങനെ ശരിയാവണേ? ആവേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ. അതെന്തുകൊണ്ടാ? നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ LDF പറഞ്ഞൂടാ. LDF വരണം. അപ്പോ VD സതീശൻ ജയിക്കണ്ടെന്നാ പറയുന്നത്? അതെ. ജയിക്കണ്ട. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ തീരുമാനിച്ചു പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ട് കാര്യമൊന്നും. എന്നാലും നിങ്ങളുടെ ഒരു തീരുമാനം എങ്ങനെയാ? നമുക്കൊരു തീരുമാനം ഇല്ല. അയാൾക്കൊള്ളാം. അയാൾക്കൊള്ളാന്ന്. അതെന്തുകൊണ്ട് അയാൾക്കൊള്ളാന്ന് പറയുന്നത്? പുള്ളിയെ പറ്റി വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് അയാൾക്കൊള്ളാം. ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ലേ, അപ്പൊ അങ്ങേർക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്? MLA ആയിട്ട് മത്സരിക്കുന്ന ജയിക്കുമെന്നാ? MLA ഇവിടെ ജയിച്ച പുള്ളി പല പ്രാവശ്യം ജയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇനിയും ജയിക്കാൻ സാധ്യത ഉണ്ട്. വരുമായിരിക്കും. എന്തുകൊണ്ടാ വരുമായിരിക്കും എന്ന് പറയുന്നത്? പ്രതീക്ഷിക്കുന്നു നല്ലത് ചെയ്താലും നല്ലത് തന്നെ ചെയ്ത ആൾക്കാർ വരും. നല്ലത് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം? നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. വരണ്ട. എന്തുകൊണ്ടാ വരണ്ടാന്ന്? അവരുടെ എന്ത് വികസനം തന്നപ്പോ അവരുടെ വികസനം തന്നില്ല. ഇല്ല, വരണ്ടാന്ന് പറയണേ. എന്തുകൊണ്ടാ വരണ്ട പറയണേ? ഇല്ല, വികസനം വേണ്ട നമുക്ക്. അവർക്ക് അറിയാലോ നമുക്ക്. വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ വരണ്ട പറയണേ? പക്ഷേ അയാൾ വന്നയാൾ പാവപ്പെട്ടവനൊന്നും കിട്ടൂല. ഇല്ല. അപ്പൊ വേണ്ട. അങ്ങനെ വേണ്ട. LDFന്റെ ആളാണ്. എങ്ങനെ? LDFന്റെ ആളാണ്. LDFന്റെ ആളാണ്. അതെ. VD സതീശൻ വരണോ? വരണം എന്നല്ലേ പറഞ്ഞത്. വരണ്ട. അതെന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഏത് രാഷ്ട്രീയക്കാരോ നല്ല നാടിന് നന്നായാൽ മതി, ജനങ്ങൾക്ക് ഗുണങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് VD സതീശൻ വീണ്ടും ജയിച്ചു കയറണോ? വേണം. ബിസിനസിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ബിസിനസ്സുകാരാണ്. ആവണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ആള് ഇവിടെ വന്നാൽ ആ വരവ് മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് കിടക്കൂല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് പറഞ്ഞാൽ അതിനുള്ള ഇതൊന്നും സഹകരണങ്ങളും ഇല്ല ഇവിടെ ഈ നാട്ടില്, അല്ലേ? ശരിയല്ലേ? അതാണ്. MLA ആയിക്കോട്ടെ, വേറെ ആരും ഇല്ല. വേറെ ആരും ഇല്ലല്ലോ വരാൻ. MLA ആവണോ? MLA ആകണം. വരട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ നല്ല നല്ല കാര്യം ചെയ്യുന്നത്? ഇവിടെ പല വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ VD സതീശനെ അനുകൂലിച്ച് അങ്ങനെയല്ല പറയണത്. പൊതുവായിട്ട് പുള്ളി രാഷ്ട്രീയം നോക്കാറില്ല, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത്തവണ ഭൂരിപക്ഷം കൂടുതലുണ്ടാവും, തീർച്ചയായും ജയിക്കും. ആണോ? ജയിക്കോ? ജയിക്കുന്ന ജയിക്കില്ലെന്നോ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ആള് ഉഷാറാണാ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? അല്ല, പുള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് ആണ്, കാര്യങ്ങളെല്ലാം. ആണോ? എന്തുകൊണ്ടാ നിങ്ങൾ 5 തവണ ആയിട്ട് മടുത്തില്ലേ നിങ്ങൾക്ക്? ഇല്ല, മടുപ്പൊന്നുമില്ല. കാര്യം നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോ വേറെ കാര്യങ്ങള് ഇതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിഞ്ഞൂടാ. എന്താ അറിയാത്തെ? നിങ്ങളുടെ MLA ആണോ? എനിക്ക് അങ്ങനെ പാർട്ടി ഒന്നും ഇല്ല. അപ്പൊ പറയാൻ കഴിയില്ല. ഇല്ല. ഓക്കെ. കഴിഞ്ഞ തവണത്തിലും ഭൂരിപക്ഷത്തിലേക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതേപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ നടന്നേക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ജനരോഷം, പിന്നെ ഇപ്പൊ ചെയ്തു വെച്ചാൽ ശബരിമല കൊള്ളയൊക്കെ അറിയാല. ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ സാധ്യതയില്ലാത്ത? മാറിയില്ല, ഓരോ മാറി ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പൊ എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യതയില്ലാത്ത? ജയിക്കാൻ സാധ്യതയില്ല. അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ ചെയ്യണത്? അവർ ഓരോ ഇതിന് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കണത്. അതുകൊണ്ട് ജയിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജയിക്കാൻ സാധ്യത കുറവാണ്. ജയിക്കും. അങ്ങനെ എല്ലായിടത്തും ഈ ചാവടിയും തരത്തിനും മറ്റേ കല്യാണത്തിനും ഒക്കെ വന്ന് കെട്ടിപ്പിടിച്ചാൽ ജയിക്കും പുള്ളി. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും. ആണോ? അത്രയും കോൺഫിഡന്റ് ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതങ്ങനെ തന്നെ. അങ്ങനെയാണോ? ജയിക്കോ? എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? അങ്ങനെ തോന്നി, അതുകൊണ്ട്. ആണോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത എന്ന് പറയുന്നത്? പറവൂര് പുള്ളി സ്ഥിരം പറവൂര് പുള്ളി സ്ഥിരം ജയിച്ചോണ്ടിരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ആണോ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കാൻ സാധ്യതയുണ്ട്. ആണോ? എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത പല വിധത്തിലുള്ള ഇതുണ്ടല്ലോ, പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് ജയിക്കുന്നു പറയാനുള്ള ഒരു ത്രെഡ് എന്താ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ചാൻസ് ഉണ്ട്. അതുകൊണ്ടാ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ഇപ്പത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുള്ള ചാൻസ് കാണുന്നുണ്ട് ചെറുതായിട്ട്. ആണോ? ജയിക്കൂല. എന്തുകൊണ്ടാ ജയിക്കാത്തെ? ആള് എനിക്കെന്തോ ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞത്. എന്താണ് മാറ്റേണ്ടത് അദ്ദേഹം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പാർട്ടിപരമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ല. ആണോ? ഏത് പാർട്ടിക്കാരാ നിങ്ങള്? ഞാൻ ഒരു പാർട്ടിയിലില്ല. ഇല്ല. അതുകൊണ്ടാണ് ജയിക്കൂല എന്ന് പറയുന്നത്? അതെ. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? പുള്ളിയുടെ പ്രവർത്തനം നല്ലതാണ്. ആണോ? നിങ്ങൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ആൾക്കാർ നടക്കുന്ന വഴിയാണ്. അങ്ങനെ ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ ജയിക്കും പറയുന്നത്? അല്ല, പുള്ളിയുടെ പ്രവർത്തനം നല്ലതാണ്. എല്ലാം വളരെ ചിന്തിച്ച് ആലോചിച്ചാണ് പുള്ളി പറയുന്നതും പ്രവർത്തിക്കുന്നതും.
ആവണമെന്നാണ്. ആവണമെന്നാ? എന്തുകൊണ്ട് ആവണം എന്ന് പറയണേ? പറവൂരിന്റെ വികസന രീതിക്ക് പുള്ളിയാണ് നല്ലത്. പറവൂർ വികസനം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം? ചെയ്തിട്ടുണ്ട്. അയ്യോ എനിക്ക് MLA ഒക്കെയാണ്, എനിക്ക് ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. എന്തുകൊണ്ടാ ഒന്നും പറയാനില്ല പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടാ പറയാനില്ല. ആകണം. എന്തുകൊണ്ട് ആവണം എന്ന് പറയുന്നേ? നല്ലൊരു എല്ലാവർക്കും നല്ലൊരു സഹായം ചെയ്യുന്ന മനുഷ്യനാണ് വി.ഡി. സതീശൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ വന്ന് നമ്മുടെ റോഡുകളൊക്കെ പണിയാനായിട്ട് ഇത് ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കും. ആവട്ടെ എന്ന് പറയാം. ആവട്ടെ എന്ന് എന്തുകൊണ്ടാ പറയുന്നേ? എന്തുകൊണ്ടാണ് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ആരായാലും കണക്ക് തന്നെ, അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേണ്ട. എന്തുകൊണ്ടാ വേണ്ട പറയുന്നേ? പുള്ളിക്കാരന് ഇപ്പൊ ഇത്ര വർഷമായിട്ട് ഇവിടെ ഒരു വികസനമില്ല. റോഡൊക്കെ ഉണ്ടായി, ഇടുങ്ങിയ റോഡുകൾ. ശരി. ഇതുവരെ ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചില്ല. വേണ്ടെന്നാ പറയുന്നത്? വേണ്ടെന്നാ പറയണത്. അല്ല, പുള്ളികളുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ടില്ലെന്ന് പറയാനുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ എല്ലാ മേഖലയിലും കടന്നു വരാനായിട്ട് പുള്ളി സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത്. വി.ഡി. സതീശൻ ഇവിടെ നിൽക്കും, അയാൾ ജയിക്കും. എന്തുകൊണ്ട് അയാൾ ജയിക്കും പറയുന്നത്? ആരവിടെ ജയിക്കാറ്, വേറെ ആരും ജയിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ജയിക്കാതിരിക്കുന്നത്? ജയിക്കാതിരിക്കാന്ന് എന്ത് പറയാനാണ്, എന്താണ് പറയാനുള്ളത്? അത് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? വി.ഡി. സതീശൻ ഇവിടെ ഇപ്പൊ കോൺഗ്രസിലുള്ള ഏറ്റവും നല്ല നേതാവല്ലേ. പിന്നെ അതിലുപരി ഇവിടെ പറവൂർ ടൗണിലെ ഇപ്പൊ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ ചിലപ്പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആണോ? വി.ഡി. സതീശൻ ഇനി വീണ്ടും ജയിക്കുമെന്നാ? എന്തുകൊണ്ട് അറിയാത്തെ? തീർച്ചയായിട്ടും ജയിക്കും. എന്തുകൊണ്ടാ തീർച്ചയായും ജയിക്കും എന്ന് പറയുന്നേ? പുള്ളി ജനപ്രിയ നേതാവല്ലേ, അതുകൊണ്ട്. എനിക്കറിയില്ല, നിങ്ങളെ പറയണ്ടേ? അതെ. ആണോ? എന്തുകൊണ്ടാ? പുള്ളിക്കാരനെ ജനപ്രതിനിധി, നല്ല ഒരു ജനപ്രതിനിധിയാണ്. ആണോ? ജനങ്ങൾക്ക് സഹായമാണ്, പല ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ജയിക്കുകയാണ്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും ആളെന്ന് പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണോ? എന്താ അങ്ങനെയാണെന്ന് പറയാൻ കാരണം? നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളാണ്. ആണോ? ജയിക്കുന്നതാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷ വെക്കുന്നത്? പ്രവർത്തനം സാധാരണ നിലയത്തിലാണെന്നാണ് വിശ്വാസം. ആണോ? നല്ല രീതിയിലുള്ള പ്രവർത്തനമാണോ? കുഴപ്പമില്ല. ആണോ? വേറെ ആരുള്ള ഇവിടെ ജയിക്കോ? നിന്നാ ജയിക്കോ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞ എന്താ വെച്ചാ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അതുകൊണ്ട് ജയിക്കും. ജയിക്കുമായിരിക്കും. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? പുള്ളി നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? നല്ല പ്രവൃത്തിയാണോ പുള്ളി ചെയ്യുന്നത്? ആവശ്യത്തിന് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അഭിപ്രായത്തില്ല, എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ല? എന്തുകൊണ്ട് അറിയാൻ പാടില്ലാത്ത? MLA അറിയത്തില്ല എനിക്ക്. MLA അറിയാം. പിന്നെ എന്തുകൊണ്ടാ ആള് ജയിക്കുവോ? അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. കൺഫ്യൂഷൻ ആണോ? ആണോ? നിനക്ക് വോട്ടുണ്ടാ? വോട്ടുണ്ട്. ആർക്കാ ചെയ്യാ? അത് നോക്കണം, അതൊക്കെ പറയാൻ പറ്റുമോ? അറിയില്ലേ? എന്തുകൊണ്ട് അറിയാത്തെ? ഇവിടുത്തെ ആളുകളുടെ ഇതുപോലെ ഇരിക്കും. ജയിക്കുമല്ലോ, പുള്ളി ജയിക്കും. എന്തുകൊണ്ടാ പുള്ളി ജയിക്കും എന്ന് പറയുന്നത്? പുള്ളി നല്ല പ്രവർത്തനമാണ്. എന്തുകൊണ്ടാ നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം, മൊത്തത്തില് എല്ലാ കാര്യങ്ങളും പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആണോ? പ്രവർത്തനം കൊള്ളാം. നമുക്കിപ്പോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? അത് മാറി മറിഞ്ഞവരാണ്. ആണോ? ജയിക്കത്തില്ല? അതറിയില്ല, ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷനാണ്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ആളുടെ ഒരു ട്രെൻഡും ആളുടെ ഒരു ഇതൊക്കെ പ്രവർത്തനമൊക്കെ വെച്ച് എന്തായാലും ജയിക്കും. സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ജയിക്കുമായിരിക്കും എന്ന് പറയുന്നത്? പുള്ളി നല്ല പ്രവർത്തനമുള്ള ആണോ? നല്ല പ്രവർത്തനമാണോ? എന്തുകൊണ്ടാ നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. ആണോ? ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു പാർട്ടിക്കാരാണോ? ഏത് പാർട്ടിക്കാരൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. അപ്പൊ എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയാൻ പറ്റില്ല? യാഥാർത്ഥ്യം എങ്ങനെയാ? ജയിക്കൂല എന്റെ അഭിപ്രായത്തില്. ജയിക്കൂല? എന്തുകൊണ്ടാ ജയിക്കൂല പറയണേ? ജയിക്കൂല, നമ്മൾ അങ്ങനെ പ്രവർത്തി കൊണ്ട് അങ്ങനെയാണെന്നാണ് തോന്നല്. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പൊ വി.ഡി. സതീശൻ ജയിക്കണോ? ജയിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ജയിക്കണ്ട എന്നുള്ളതാണ്. അത് എത്രത്തോളം ഇവിടെ ഈ മണ്ഡലത്തിൽ ബാധിക്കും? മണ്ഡലത്തിനെ ബാധിക്കാനായിട്ട് മണ്ഡലത്തിൽ ഇപ്പൊ ഈ മണ്ഡലം കിടക്കുന്ന കിടപ്പ് കണ്ടൂടെ? ഇത് മുനിസിപ്പാലിറ്റിയുടെ നേരെ ഫ്രണ്ടിലാണ് കാണുന്നത്. ആ കട്ടറയും കുണ്ടും രീതിയൊക്കെ ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സംസാര രീതി അത്ര പോരാ. എന്താണ് മാറ്റേണ്ടത്? മാറ്റേണ്ടത് അയാളുടെ ശൈലി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കും. എനിക്കൊരു സ്റ്റൈലുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റൈലുണ്ട്. അയാളുടെ ശൈലി മാറ്റാൻ പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ മാറ്റാന്നല്ല, ജനക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയാം. ഇല്ല. എന്തുകൊണ്ടാ ഇല്ല എന്ന് പറയുന്നത്? ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അതിനിപ്പോ 5 വർഷമല്ല, 25 വർഷം പുള്ളി തന്നെയല്ലേ ഇവിടെ. ആണോ? നിങ്ങൾക്ക് മടുപ്പില്ലേ? ഇല്ല. എന്തുകൊണ്ടാ? ആള് വലിയ കുഴപ്പമില്ല. ആണോ? ഉറപ്പാണോ? ജയിക്കും, പക്ഷെ ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ. അതിന്റെ കാര്യമില്ല പറയണേ. 25 വർഷമായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ജയിക്കുവോ? ജയിക്കും. വി.ഡി. സതീശൻ വീണ്ടും MLA സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമോ? പറവൂർ മണ്ഡലത്തിലെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇതിൽ ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.